ചരിത്രമുറങ്ങുന്ന ഗൂഡല്ലൂർ മണ്ണ് നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും പിടിച്ചടക്കലിന്റെ രക്തരൂക്ഷിതമായ കഥകൾ നിറഞ്ഞതാണ്. വനം വെട്ടിത്തെളിച്ച കൃഷി ചെയ്യാനെത്തിയവർ രാജാവിന് കപ്പം കൊടുത്തിരുന്നു. കപ്പം പിരിക്കാൻ നാടുവാഴികൾക്ക് രാജാവ് അധികാരം കൊടുത്തു. കൃത്യമായി കപ്പം കൊടുക്കാൻ കഴിയാത്ത കർഷകനെ കുതിരപ്പുറത്തെത്തിയ നാടുവാഴിയുടെ അനുചരന്മാർ കൃഷി ചെയ്ത മണ്ണിൽ നിന്ന് അടിച്ചു പുറത്താക്കി. കർഷകന്റെ വിയർപ്പിൽ വളർന്ന വൃക്ഷങ്ങൾ അവന് തണലേകിയില്ല. വേദനയോടെ കിടപ്പാടം നഷ്ടപ്പെട്ട കർഷകൻ ഭാര്യയും കുഞ്ഞുങ്ങളുമായി പെരുവഴിയിലേക്ക് ഇറങ്ങി. കപ്പം പണം മാത്രമല്ലായിരുന്നു, മണ്ണിൽ പൊരുതി നേടിയ വിളകളും ജന്മിക്ക് നൽകണം. വന്യമൃഗങ്ങളുടെ ശല്യവും മാരകമായ മലമ്പനിയും അവർക്ക് വെല്ലുവിളിയായി. കൊതുകിൽ നിന്നും പടർന്നിരുന്ന മലമ്പനിക്ക് മരുന്നില്ല. പനിച്ചു വിറച്ച് മരണമുറപ്പ്. ഹൈദരാലിയും 18-ാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താനും അവസാനമായി ബ്രിട്ടീഷുകാരും ഭരിച്ച നാടാണ് ഗൂഡല്ലൂർ. വയനാടിന്റെ ചരിത്രത്തിൽ അലിഞ്ഞു ചേർന്ന ഭൂമി. സ്വർണം തേടിയെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും ഗൂഡല്ലൂരിൽ സ്ഥാപിച്ചതോടെ ഗൂഡല്ലൂർ കൃഷിമേഖലയിലേക്ക് മാറി. ഒട്ടേറെ കാലാവസ്ഥകൾ മാറിമറിയുന്ന പ്രദേശം. കർണാടകയോട് ചേർന്ന് കിടക്കുന്ന മഴനിഴൽ പ്രദേശം. നട്ടുച്ചയ്ക്കും തണുപ്പരിച്ചിറങ്ങുന്നു. മുകളിലേക്ക് നോക്കിയാൽ നീല നിറത്തിൽ മലമടക്കുകൾ. നാടുവാഴികളായിരുന്ന നിലമ്പൂർ കോവിലകം, നടുവത്തൂർ മന, നെല്ലിയാളം റാണി എന്നിവരുടെ പക്കലുണ്ടായിരുന്ന ഭൂമിയാണ് കർഷകർ കൃഷി ചെയ്യുന്നത്. നിലമ്പൂർ കോവിലകവും നടുവത്തൂർ മനയും കേരളത്തിൽ നിന്നുള്ളവരാണെങ്കിൽ നെല്ലിയാളം റാണി മൈസൂരു രാജവംശത്തിൽ നിന്നുമായിരുന്നു. 2000 വരെ നെല്ലിയാളത്ത് കൊട്ടാരമുണ്ടായിരുന്നു. ഇവരുടെ പക്കൽ നിന്ന് പാട്ടവ്യവസ്ഥയിൽ ഏറ്റെടുത്ത മണ്ണിലാണ് കർഷകർ കൃഷി ചെയ്തിരുന്നത്. കൊടും കാട് വെട്ടിത്തെളിയിച്ച് കൃഷിയും നാടും നഗരവും സൃഷ്ടിച്ചതാണ് ഇവിടുത്തെ തലമുറ. ഇതിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. ഇവിടെ നിന്ന് കാർഷിക വിളകൾ കടൽ കടന്നുപോയി. അന്ന് കൃഷി ചെയ്യണമെന്ന് ഭരണകൂടങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഭരണത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയാത്തവർ കോടതിയിലെത്തുന്നു. നിയമക്കുരുക്കിൽപ്പെട്ട് ഗൂഡല്ലൂർ ഭൂമി പ്രശ്നം സങ്കീർണമാകുന്നു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.